ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ എനിക്കുണ്ടായൊരു അനുഭവം പങ്കുവയ്ക്കുകയാണ്. 1973 ആ കാലഘട്ടത്തിലൊക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫാദർ ഒരു പെൺകുട്ടിയാണെങ്കിലും ഒരു കാര്യത്തിലും പുറകോട്ട് നിൽക്കരുത്, എല്ലാത്തിനും കഴിവ് എന്തിനാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ വളർത്തുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂളിൽ അന്ന് സൈക്കിളിൽ പോകുമായിരുന്നു. അപ്പം അന്ന് ഞങ്ങളുടെ ആ സ്ഥലത്തൊക്കെ ആ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ സൈക്കിളിൽ കയറുക എന്നൊക്കെ പറഞ്ഞാൽ അന്ന് സ്കൂട്ടർ പോലും കോമൺ അല്ലാത്തൊരു കാലം. അപ്പോൾ അത് വളരെ കൗതുകത്തോടെയും ചിലർ വിചിത്രമായിട്ടുമൊക്കെയാണ് നോക്കുന്നത്. പോകുമ്പോൾ ധാരാളം ആൺകുട്ടികൾ കൂകി നമ്മൾ ചെല്ലുന്ന സമയം നോക്കി ആൾക്കാർ ഇങ്ങനെ കൂകാൻ റെഡിയായിട്ട് നിൽക്കുമായിരിക്കും. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ച് പോകാനുള്ളൊരു ധൈര്യം എൻ്റെ ഫാദർ തന്നിട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സൈക്കിളിൽ. ഒരു ദിവസം 4 മണിക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ സൈക്കിളിൻ്റെ കാറ്റില്ല, ആരോ അഴിച്ചു വിട്ടിരിക്കുക. കാര്യം കുറേ ആൺകുട്ടികൾ മാറി നിന്നിട്ട് അവരിങ്ങനെ ഒരു കളിയാക്കി ചിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആകെ വിഷമിച്ചു. ബാക്കി കുട്ടികളൊക്കെ നടന്ന് പോവുകയും ചെയ്തു. ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാൻ വയ്യാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ഒരു സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈക്കിളിൽ എപ്പോഴും ഈ കാറ്റടിക്കുന്നൊരു പമ്പുണ്ട്. അദ്ദേഹം എനിക്ക് കാറ്റൊക്കെ അടിച്ചു തന്നു. ഞാൻ സൈക്കിളിൽ തന്നെ തിരിച്ചു പോയി. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഫാദറിനോട് ഞാൻ കരഞ്ഞു ഈ വിഷമം പറഞ്ഞു. ഫാദർ പറഞ്ഞു, നീ നാളെയും സൈക്കിളിൽ തന്നെ പോകണം. ഞാൻ നാളെ അവിടെ സ്കൂളിൽ വന്ന് മാറി നിന്നോളാം, നീ പോകണം, നിനക്കൊരു കുഴപ്പവും വരില്ല, പേടിക്കാണ്ട് നാളെയും പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസവും പോയി. ക്ലാസ്സിൽ പോയി ഇരുന്ന് കഴിഞ്ഞപ്പോൾ പ്യൂൺ വന്ന് വിളിപ്പിക്കുന്നു, ഹെഡ് മാസ്റ്റർ എന്നെ വിളിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആകെ പേടിച്ചു പോയി. സാറിൻ്റെ റൂമിൽ ചെന്നപ്പോൾ സാറ് ചോദിക്കുവാണ്, ഇന്നലെ എന്താണ് സംഭവിച്ചത്? അപ്പോൾ സാർ ഈ വിവരം അറിഞ്ഞിരിക്കുന്നു. ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഇനിയും സൈക്കിള് സ്കൂളിൻ്റെ താഴെ ഒരു കടയിലാണ് ഞാനിത് വെക്കുക, റോഡിൻ്റെ സൈഡിൽ ഒരു കടയിൽ. ഇനിയും നാളെ തൊട്ട് സൈക്കിള് എൻ്റെ മുറിയുടെ വെളിയിലുള്ള ആ വരാന്തയിൽ വെച്ചോണം, എനിക്ക് കാണാം, എന്നെ കാങ്കെ ആ വരാന്തയിൽ വെച്ചോളണം എന്ന് പറഞ്ഞു. എനിക്കതൊരു ഭയങ്കര പ്രിവിലേജായിരുന്നു. സാറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ, അപ്രീസിയേഷൻ എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഇതാണ് നമ്മൾക്ക് ഒരു എംപവറിങ് എ ഗേൾ ചൈൽഡ് എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ സൈക്കിളിൽ കയറുക എന്നൊന്നും പറഞ്ഞത് വലിയ കാര്യമൊന്നുമില്ല. എൻ്റെ കാലത്ത് അതൊരു വലിയ കാര്യമായിരുന്നു. ഇന്ന് മറ്റേതെങ്കിലുമൊക്കെ മേഖലകളിലായിരിക്കും. എവിടെയാണെങ്കിലും എംപവർ ദ ഗേൾ ചൈൽഡ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.